സ്നേഹത്തോടെ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവത്തിലേക്ക് തിരിയാൻ നമ്മൾ മടിക്കരുത് എന്നുള്ള ദൈവത്തിന്റെ സ്വരമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളെ അറിയിക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല, പകർന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം അനുഭവിക്കുവാൻ, സമാധാനത്തിലും ശാന്തിയിലും ജീവിക്കുവാൻ, സ്നേഹത്തിൽ വസിക്കുവാൻ, ജാതിയല്ല, മതമല്ല, പിന്നെയോ ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവരിലും വസിക്കുന്നു. സ്നേഹമില്ലേ, അത് ദൈവത്തിന്റെ ചൈതന്യമല്ല. മരുത്തിനെ ദ്രോഹിക്കുന്നത് ദൈവത്തിന് ചൈതന്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അംഗീകരിക്കാനും സ്നേഹിക്കാനും, അത് കുടുംബത്തിലാകാം, സമൂഹത്തിലാകാം, അപ്പോൾ നമുക്ക് ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും, ആ രക്ഷ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ആ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശവും എല്ലാ മക്കളും ദൈവസ്നേഹത്തിലേക്ക് ആനയിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരും ദൈവത്തെ നിന്ദിക്കുന്നവരോ മറക്കുന്നവരോ ആകാതിരിക്കാൻ ഇടയാക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വചനം കേട്ട എല്ലാവരും അനുഗ്രഹമായി തീരട്ടെ. സമാധാനവും ശാന്തിയും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി.